ഹലോ, നിങ്ങൾ ഒരുപാട് ഡാറ്റകൾ ഡെയിലി കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ എന്താണ് ഈ ഡാറ്റ? ഈ ഡാറ്റയൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഡാറ്റ, എന്താണ് ഡാറ്റാബേസ്, എത്ര ടൈപ്പ് ഡാറ്റാബേസ് ഉണ്ട്, അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡാറ്റാബേസ് എന്താണ് എന്നറിയുന്നതിന് മുന്നായിട്ട് നമുക്ക് ഡാറ്റ എന്താണെന്ന് നോക്കാം. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ ആണ്. എല്ലാവർക്കും ഡാറ്റകളുണ്ട്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പ്ലേസ്, ഏജ്, ഇതൊക്കെ നിങ്ങളുടെ ഡാറ്റകളാണ്. ഡാറ്റ എന്നാൽ ടെക്സ്റ്റ് മാത്രമല്ല, വീഡിയോസ്, ഓഡിയോസ്, അതുപോലെ PDF അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡാറ്റയാണ്. നിങ്ങൾ ഡെയിലി ലൈഫിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കില്ലേ? അപ്പോൾ ഇതിൽ കാണുന്ന ടെക്സ്റ്റുകൾ, വീഡിയോസ്, ഓഡിയോസ് ഇതെല്ലാം ഒരു ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. ഇനി ഡാറ്റാബേസ് എന്താണെന്ന് നോക്കാം. ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നറാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഡാറ്റാബേസിൽ നമുക്ക് ടെക്സ്റ്റ് ഡാറ്റ മാത്രമല്ല, ഡാറ്റകളെ PDF ഫോർമാറ്റിലോ ഓഡിയോ ഫോർമാറ്റിലോ വീഡിയോ ഫോർമാറ്റിലോ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി എന്തിനാണ് ഈ ഡാറ്റാബേസിൽ ഇങ്ങനെ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതിൻ്റെ ഉപകാരം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈസി ആയിട്ട് തന്നെ ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ള ഡാറ്റയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ, അതിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഓപ്പറേഷൻസ് ഈസി ആയിട്ട് തന്നെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഡാറ്റാബേസ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റി, പ്രൈവസി അങ്ങനത്തെ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ഡാറ്റകൾ, ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡാറ്റകൾ സേവ് ചെയ്ത് വെക്കാനായിട്ട് ഫേസ്ബുക്കിനും വാട്സപ്പിനൊക്കെ ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ ഇതിലായിരിക്കും ഡാറ്റകൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഡാറ്റാബേസ് ഉണ്ട്, അതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണതെന്ന് നോക്കാം. മെയിനായിട്ട് 2 ടൈപ്പ് ഡാറ്റാബേസ് ആണുള്ളത്. ഒന്ന് റിലേഷണൽ ഡാറ്റാബേസ്, അടുത്തത് നോൺ റിലേഷണൽ ഡാറ്റാബേസ്. റിലേഷണൽ ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു സ്ട്രക്ചേർഡ് രൂപത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ടേബിളിൻ്റെ രൂപത്തിലൊക്കെ ആയിരിക്കും റിലേഷണൽ ഡാറ്റാബേസിൽ ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. റിലേഷണൽ ഡാറ്റാബേസിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്കൂളിൻ്റെ ഡാറ്റാബേസ് എടുക്കാം. സ്കൂളിൻ്റെ ഡാറ്റാബേസിൽ സ്റ്റുഡൻസിൻ്റെ ഒരു ടേബിൾ ഉണ്ടായിരിക്കും, ടീച്ചേഴ്സിൻ്റെ ഒരു ടേബിൾ ഉണ്ടായിരിക്കും, നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ഒരു ടേബിൾ ഉണ്ടായിരിക്കും. അങ്ങനെ പല ടേബിൾസിലായിരിക്കും ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. റിലേഷണൽ ഡാറ്റാബേസിന് MySQL എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റാബേസ് എക്സാമ്പിളാണ്. നോൺ റിലേഷണൽ ഡാറ്റാബേസിൽ ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്നത് ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്യുമെൻ്റ് രൂപത്തിലോ അല്ലെങ്കിൽ കീ വാല്യൂ പെയേഴ്സിൻ്റെ രൂപത്തിലോ ഒക്കെ ആയിരിക്കും ഡാറ്റ ഇവിടെ സേവ് ചെയ്ത് വെക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് നോൺ റിലേഷണൽ ഡാറ്റാബേസ്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് MongoDB അങ്ങനത്തെ ഡാറ്റാബേസുകളൊക്കെ നോൺ റിലേഷണൽ ഡാറ്റാബേസിന് എക്സാമ്പിളാണ്. ഇന്ന് നമ്മൾ ഡാറ്റാബേസിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഐഡിയയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഡാറ്റ എന്താണ്, ഡാറ്റാബേസ് എന്താണ്, പല ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് എന്താണ്, ഡാറ്റാബേസിൽ ഡാറ്റ എങ്ങനെയൊക്കെ സേവ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി നിങ്ങളൊരു വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ വെബ് ആപ്ലിക്കേഷനിൽ വരുന്ന ഡാറ്റകളൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യണം, അതിൻ്റെ മാനിപ്പുലേഷൻസും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡാറ്റാബേസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.